നിസ്കാരം എന്ന് പറയുന്ന അത്ഭുതകരമായ ഇബാദത്ത്, നിസ്കാരം ഒരു അത്ഭുതമാണ്. നിസ്കാരത്തിന്റെ ഓരോ കർമ്മങ്ങളെക്കുറിച്ചും പഠിച്ചാൽ അത് മനുഷ്യന് ബോധ്യപ്പെടും. മുസ്ലിം അല്ലാത്തവർ പോലും അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായും സാമൂഹികമായും പ്രാമാണികമായും കർമ്മശാസ്ത്രപരമായും എല്ലാം നിസ്കാരത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിസ്കാരം നിർവഹിക്കുന്നു എന്ന് നാം പറഞ്ഞതുകൊണ്ടായില്ല. നിസ്കാരത്തിന് നിർബന്ധമായ കാര്യം സുന്നത്താണ് എന്ന ബോധത്തോടു കൂടി ചെയ്താൽ ആ നിസ്കാരം നിസ്കാരമല്ല. അതുകൊണ്ട് തന്നെ നിർബന്ധത്തെ നിർബന്ധമായി മനസ്സിലാക്കിയിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ ആ ഫർള് വീട്ടിയവനാവുന്നുള്ളൂ. അതിന്റെ അർക്കാനുകളെ കുറിച്ച് തിരിച്ചറിയുന്നൊരു ബോധമുണ്ടായിരിക്കണം. അതോടൊപ്പം അതിന്റെ ആത്മീയമായ തലം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സാന്നിധ്യത്തോടു കൂടിയായിരിക്കണം ആ കർമ്മം നിർവഹിക്കേണ്ടത്. മനസ്സാന്നിധ്യം നിനക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന്റെ കാരണം മനസ്സിലാക്കി അതിന് പരിഹരിച്ചുകൊണ്ട് ചികിത്സ നടത്തിക്കൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കാനുള്ള ശ്രമം നീ നടത്തിക്കൊണ്ടിരിക്കണം. ഒരു മഹാൻ തന്റെ ശിഷ്യൻ ചോദിച്ചു, കൈഫ ആരിഫു ഹാലി മാ അല്ലാഹ്, അള്ളാഹുമായുള്ള എന്റെ ബന്ധം, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്കുള്ള സ്ഥാനം, അത് എങ്ങനെയാണ് മനസ്സിലാക്കുക ഞാൻ? അതിനുള്ള ഉപാധി എന്താണ്, അതിനുള്ള മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യനെ മനസ്സിലാക്കിയ ഗുരു പറഞ്ഞു കൊടുത്ത മറുപടി, അദ്ദേഹം പറഞ്ഞു, നീ 2 റക്അത്ത് നിസ്കരിക്കുക, നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു, അവിടെ നിന്ന് സലാമോടുകൂടി നീ അതിൽ നിന്ന് പുറത്തു വരുന്നു, എന്നിട്ട് നീ നിന്നെ അളക്കുക. എങ്ങനെ അളക്കണം? ആ സമയം കൊണ്ട് നിന്റെ മനസ്സിൽ എന്തെല്ലാം കടന്നു വരുന്നു, നിന്റെ മനസ്സിനെ എത്രമാത്രം അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് പിടിച്ചു നിർത്താൻ നിനക്ക് കഴിയുന്നു എന്ന മാനദണ്ഡം, അത് വെച്ചുകൊണ്ട് നിനക്ക് നിന്നെ അളന്നു നോക്കാം. നിനക്ക് അള്ളാഹുമായുള്ള ബന്ധം, നിനക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം, അതിൽ നിന്ന് നിനക്ക് മനസ്സിലാക്കാമെന്ന മഹാൻ പറഞ്ഞു കൊടുത്തതായി ചരിത്രത്തിൽ കാണാം. ഇവിടെയാണ് നാം നമ്മെ അളക്കേണ്ടത്. നിസ്കാരത്തിന്റെ ആരംഭം മുതൽ അതൊരു പ്രത്യേക അമലായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. മുഴുവൻ കർമ്മങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ വഹയി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. എങ്കിൽ നിസ്കാരത്തിന്റെ കാര്യം അവിടെ തികച്ചും വ്യത്യസ്തമാണ്. നിസ്കാരം അള്ളാഹു നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അഥവാ ഇസ്രാ മിഅ്റാജിന്റെ ദിവസം ഒരു സമ്മാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ സമൂഹത്തിന് നൽകിയ ഒരു മഹത്തായ കാര്യമാണ് നിസ്കാരം. അപ്പോൾ നിസ്കാരം കൽപ്പിക്കപ്പെട്ടത് തന്നെ പ്രത്യേകമായ രൂപത്തിലാണ്. ചരിത്രം നിങ്ങൾക്കറിയാം. എങ്കിൽ ആ നിസ്കാരത്തിന്റെ പ്രാധാന്യം നാം അതിൽ നടക്കണം എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിസ്കാരത്തെ ആസ്വദിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ മുഅദ്ദിനോട് പറയുകയാണ്, അഖിമിസ് സ്വലാഹ്, നിസ്കരിക്കാൻ ഇഖാമത്ത് കൊടുക്കൂ, അരിഹ്നാ ബിഹാ, അതുകൊണ്ട് ഞാൻ റാഹത്തെടുക്കട്ടെ, അത് ഞാൻ ആസ്വദിക്കട്ടെ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദപ്രയോഗം. നിസ്കാരം അനുഭവിക്കുക, നിസ്കാരം ആസ്വദിക്കുക, ആ ഒരു തലത്തിലേക്കാണ് നാം ഉയർന്നു വരേണ്ടത്. നിസ്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം തന്നെ പലപ്പോഴും നിസ്കാരം ഒരു ഭാരമാണ്. ഒരു ഭാരം അനുഭവിക്കുന്നത് പോലെയാണ് നമ്മുടെ സംസാരം പോലും. നിസ്കരിച്ചിട്ടില്ല, ഓ ഇനി നിസ്കരിക്കണ്ടേ. നിസ്കാരം ആസ്വദിക്കല്ല, അത് ചടങ്ങ്, ഒരു കർമ്മം. അങ്ങനെയല്ല നിസ്കാരം നിർവഹിക്കേണ്ടത്. മറിച്ച് എന്റെ നാഥനായ റബ്ബ്, അനുനിമിഷം അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന നാഥൻ, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് ആ റബ്ബിനോട് സംഭാഷണം നടത്താനുള്ള അവസരമാണ് എന്ന ബോധത്തോടുകൂടി, ഹൃദയ സാന്നിധ്യത്തോടുകൂടി ആർക്കാണ് നിസ്കരിക്കാൻ കഴിയുന്നത്? അവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം നിർവഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്, ജുഅലത് ഖുറത്തു ഐനി ഫി സ്വലാഹ്, നിസ്കാരം ആസ്വാദനം നൽകുന്നതാണ്, സമാധാനം നൽകുന്നതാണ്, റാഹത്ത് നൽകുന്നതാണ്. അതിൽ കൺകുളിർമയും മനസ്സമാധാനവും ഞാൻ കണ്ടെത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തിരുനബി എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അരിഹ്നാ ബിഹാ എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിതി എന്താ? നേരെ എതിരായ ഒരു അവസ്ഥയിലല്ലേ നമ്മളുള്ളത്. നിസ്കാരക്കാരോടെ ചോദിക്കും, നിസ്കരിക്കാത്തവരോട് പറയേണ്ട കാര്യങ്ങൾ വേറെയാണ്.
നിസ്കരിക്കുന്ന നമ്മൾ നിസ്കാരമാവുന്നുണ്ടോ എന്ന ആത്മപരിശോധനയ്ക്ക് വേണ്ടി ചോദിക്കുക. അതുകൊണ്ട് നിസ്കാരമായാൽ അത് ആസ്വാദനമാവും. അത് ആസ്വാദനമായാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവും. ഒരു സംശയവും അതിലില്ല. മറ്റെല്ലാ നിർബന്ധമായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും ആവേശപൂർവം അഭിമാനപൂർവ്വം നാം ജീവിതത്തിൽ പകർത്തും. നിസ്കാരമായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം തന്നെ ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സത്യവിശ്വാസികൾക്ക് നിർബന്ധമാക്കി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. കിതാബൻ മൗഖൂത, സമയബന്ധിതമാണത്. ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ നിർവഹിച്ചു കൊള്ളണം. അങ്ങനെ കൃത്യമായി വീഴ്ച വരുത്താതെ നിർവഹിക്കേണ്ടുന്ന നിസ്കാരം അലസമായി എത്രമാത്രമാണ് നാം അതിൽ വീഴ്ച വരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നാശം, വൈലെന്ന നരകം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നിസ്കാരത്തെ കുറിച്ച് അവർ അശ്രദ്ധരാവുന്നു. പല രൂപത്തിലുള്ള അശ്രദ്ധകളും അതിലേക്ക് കടന്നു വരുന്നു. നിസ്കാരം നിർവഹിക്കുന്നു, പക്ഷെ അവന് തോന്നുമ്പോൾ മാത്രമാണ്, എപ്പോഴും ഇല്ല. അത് നിർവഹിക്കുന്നു, പക്ഷെ അതിന്റെ സുന്നത്തുകളും അതിന്റെ ഫർളുകളും അതിന്റെ ആദാബുകളും വേണ്ട വിധത്തിൽ പാലിക്കുന്നില്ല. അത് നിർവഹിക്കുന്നു, പക്ഷെ അതിന്റെ സമയത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പുലർത്തുന്നില്ല. ഇങ്ങനെ ഏതൊക്കെ രൂപത്തിൽ അത് ആലസ്യവും അതിൽ അശ്രദ്ധയും കാണിക്കുന്നുവോ അവരെല്ലാവരും ഇതിൽപ്പെടും. അതുകൊണ്ട് തന്നെ നിസ്കരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, കൃത്യമായി നിർവഹിച്ചു കൊള്ളണം. ആ രൂപത്തിൽ നാം നിസ്കാരം നിർവഹിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഇല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുത്തേ പറ്റൂ. എങ്കിൽ മാത്രമേ നാം നിസ്കരിക്കുന്നവരാവുന്നുള്ളൂ. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ആ വാക്യവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒന്ന് മാറ്റി വെച്ച് നോക്കിയ. ഇന്ന സ്വലാത്ത, നിശ്ചയം നിസ്കാരം, തൻഹാ, അത് തടയുന്നു, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും. നിസ്കാരമായാൽ ഓരോ നിസ്കാരവും അവനെ ആത്മീയമായി ഉയർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ സമയത്തിന് നിസ്കരിക്കുക. നിസ്കാരം അതിന്റെ കുറ്റമറ്റ രൂപത്തിലാവാൻ വേണ്ടത് പഠിക്കുക, പഠിച്ചത് പ്രാവർത്തികമാക്കുക. സാവകാശം മനഃസാന്നിധ്യത്തോടുകൂടി, ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കുക. അങ്ങനെ നിസ്കാരം ആസ്വദിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് നാം ഉയർന്നു വരിക. വുളു ചെയ്യുമ്പോൾ ആ വുളുവിലൂടെ ഒലിച്ചു പോകുന്ന വെള്ളം, ആ വെള്ളത്തിലൂടെ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, അഥവാ ഞാൻ ചെയ്ത ചെറുപാപങ്ങളെല്ലാം എനിക്ക് പൊറുക്കപ്പെടുന്നതിന് ബോധത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പാഠം ഓർത്തുകൊണ്ട് വുളു ചെയ്യുക. അങ്ങനെ വുളു എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ എന്റെ ഓരോ ചവിട്ടടിയും എന്റെ പാപങ്ങൾ പൊറുക്കാനും പദവി വർദ്ധിക്കാനും കാരണമാവുന്നു എന്ന ഉത്തമ ബോധമുണ്ടായിരിക്കുക. അങ്ങനെ പള്ളിയിലെത്തിയാൽ പള്ളിയിലേക്ക് കടക്കുമ്പോൾ ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, ഈ പവിത്രമായ സ്ഥലത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി എനിക്ക് ലഭിക്കുമെന്ന ഉത്തമ വിശ്വാസം ഉണ്ടാവുക. അങ്ങനെ നിസ്കരിക്കാൻ നിന്നാൽ ആ നിസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, അതിൽ നാം ഉരുവിടുന്ന മന്ത്രങ്ങൾ, അതിനെല്ലാം ആശയങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നിസ്കരിക്കുക, അതിന്റെ പ്രതിഫലം ഓർക്കുക. ഇങ്ങനെയാകുമ്പോൾ തീർച്ചയായും മനസ്സാന്നിധ്യം ഉണ്ടാവും, മനസ്സമാധാനം ലഭിക്കും, ശരിയായ നിസ്കാരമാവും. നാളെ പാർത്ഥിവ ലോകത്ത് സ്വർഗത്തിൽ കടന്ന ആളുകൾ അവർ നരകക്കാരെ കുറിച്ച് ചിന്തിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ അവർ വിളിച്ചു ചോദിക്കുന്നു, മാ സലക്കക്കും ഫീ സഖർ, എന്തുകൊണ്ടാണ് ഈ സഖറാവുന്ന ഈ നരകക്കുണ്ടാരത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടത് എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അവിടെ ഒന്നാമത്തെ മറുപടി പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു മറുപടിയാണത്. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ബുദ്ധിയുള്ള കാലത്തോളം, ബോധമുള്ള കാലത്തോളം അവൻ നിസ്കരിച്ചിരിക്കണം. ഒരുത്തന് ബോധക്ഷയം സംഭവിച്ചു, ഭ്രാന്തായി, ബുദ്ധിയില്ല, അവനെ സംബന്ധിച്ച് നിസ്കാരം നിർബന്ധമല്ല. അതല്ലാത്ത അവസ്ഥയിൽ രോഗിയാണ്, നിസ്കരിക്കണം. എഴുന്നേൽക്കാൻ കഴിയില്ല, നിസ്കരിക്കണം ഇരുന്നു കൊണ്ട്. ഇരിക്കാൻ കഴിയില്ല, കിടപ്പാണ്, കിടന്നുകൊണ്ട് നിസ്കരിക്കണം. അതിനും കഴിയാത്ത അവസ്ഥയാണ്, ചലിക്കാൻ ഒതുങ്ങി നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ കണ്ണുകൊണ്ട് നിസ്കരിക്കണം. അതിനും കഴിയാത്ത അവസ്ഥയാണോ, നിനക്ക് ബോധമുണ്ടോ, മനസ്സുകൊണ്ട് നിസ്കരിക്കണം. ഒരവസ്ഥയിലും നിസ്കാരത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയുമില്ല.
ഏക വിട്ടുവീഴ്ചയുള്ളത് അതിന്റെ കർമ്മങ്ങൾ ചുരുക്കി പിടിക്കാനുള്ള ചില വിട്ടുവീഴ്ചകളുണ്ട് യാത്രക്കാരനും രോഗികൾക്കൊക്കെ. അത് നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം, അനുഭവിക്കുകയും ചെയ്യാം, ഉപയോഗപ്പെടുത്താം. ജമ്മും കസറും തുടങ്ങിയ നിയമങ്ങൾ എന്നതല്ലാതെ നിസ്കാരം മാറ്റിവെക്കാൻ, ഒഴിവാക്കി വെക്കാൻ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇത്രമാത്രം കർശനമായി എന്തുകൊണ്ട് അള്ളാഹു തആല മനുഷ്യനോട് ഇത് പറഞ്ഞു? അള്ളാഹ്ക്ക് എന്തെങ്കിലും കാര്യം കിട്ടാനാ? അതാണ് ചിന്തിക്കണ്ടേ. അള്ളാഹുവിന് എന്തെങ്കിലും ഗുണം കിട്ടാനാ? പല അമുസ്ലിം സുഹൃത്തുക്കൾ പോലും മുസ്ലിങ്ങളുടെ 5 നേരത്തെ അനുഷ്ഠാനത്തെക്കുറിച്ച് മദഹ് ചെയ്യുന്നു, പ്രശംസിക്കുന്നു, പ്രകീർത്തിക്കുന്നു. എന്തേ കാരണം? അത് ഉൾക്കൊള്ളുന്ന ശാസ്ത്രീയ വശങ്ങൾ, അവന്റെ ശരീരത്തിന് നിസ്കാരം നൽകുന്ന നേട്ടം, അവന്റെ ആത്മാവിന് നിസ്കാരം നൽകുന്ന നേട്ടം, അവന്റെ മാനസികാവസ്ഥയ്ക്ക് നിസ്കാരം നൽകുന്ന നേട്ടങ്ങൾ, സാമൂഹിക തലത്തിൽ നിസ്കാരം നൽകുന്ന നേട്ടങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ്. മനുഷ്യന്റെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലേക്കും മുഴുവൻ സെല്ലുകളിലേക്കും രക്തത്തെ എത്തിക്കുന്ന സിസ്റ്റമിക് സർക്കുലേഷൻ, പൾമനറി സർക്കുലേഷനിലൂടെ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിട്ട് പിന്നെ നടക്കുന്ന സിസ്റ്റമിക് സർക്കുലേഷൻ, ഹാർട്ടിന്റെ ആ താഴെ അറയുന്ന ഇടത്ത് താഴെ അറയിൽ നിന്ന്, ആ വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡിന് അയട്ടയിലൂടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും അത് പമ്പ് ചെയ്യുകയാണ്. ആ ചെയ്യുന്ന പ്രവർത്തനം അത് മുഴുവൻ സെല്ലുകളിലേക്കും ഓക്സിജൻ എത്തിക്കാനും പോഷകാഹാരങ്ങൾ എത്തിക്കാനും അവിടെ നിന്ന് ആവശ്യമില്ലാത്ത വിസർജ്യങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും എല്ലാം ഇത് പായുകയാണ്. 0.8 സെക്കൻഡ് കൊണ്ട് ഓരോ പമ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് ഈ പമ്പിംഗ് നടക്കുമ്പോൾ ഹാർട്ടിനേക്കാൾ മേലെയുള്ള ഭാഗമുണ്ട്, ഒരുപാട് അകലമുള്ള ഭാഗമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രെയിൻ. ബ്രെയിനിലുണ്ടാകുന്ന ചെറിയ ചെറിയ ആഘാതങ്ങൾ പോലും മനുഷ്യനെ മുഴുവൻ ബാധിക്കും. ഇവിടെ നാം സുജൂദ് ചെയ്യുമ്പോൾ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഗമമായ രൂപത്തിൽ സർക്കുലേഷൻ നടത്താൻ പറ്റുന്ന അവസ്ഥയാണ്. എല്ലാ സെല്ലുകളിലേക്കും വല്ല കുറവുണ്ടെങ്കിൽ അതുപോലും പരിഹരിച്ച് ബ്ലഡിന്റെ ആ ഫ്ലോ ശക്തമായ രൂപത്തിൽ ബ്രെയിനിലേക്ക് ഉൾപ്പെടെ അവിടെ ലഭിക്കുന്നു. വല്ല കുറവുമുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടുന്നു. സുജൂദിൽ കിടക്കുന്ന സമയം അല്ലാഹുവുമായിട്ട് ഏറ്റവും അടുത്ത സമയമാണ്. ഞാൻ പറയുന്നത് അത് ആത്മീയമായ തലമാണെങ്കിൽ ഭൗതികമായും നേട്ടം ലഭിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ എല്ലാ വിഭാഗത്തിലും സ്ഥിതി. സാമൂഹികമായി നോക്കൂ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആസാദ്, അബുൽ കലാം ആസാദ്. അദ്ദേഹം ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു. അദ്ദേഹം ഇസ്ലാമിന്റെ സമത്വത്തെക്കുറിച്ച് തന്റെ സുഹൃത്ത് ചോദിച്ചപ്പോൾ ആ മുസ്ലിം ആ സുഹൃത്തിനോട് പറഞ്ഞത്, ഇതാ ഇപ്പോൾ ഞാൻ നിസ്കരിച്ചു വരികയാണ്. ആ സമയത്ത് എന്റെ ഡ്രൈവറുടെ പാദം വെച്ച ഭാഗത്താണ് ഞാൻ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെറ്റി വെച്ചത്. ഇസ്ലാമിന്റെ സമത്വം, ഇസ്ലാമിന്റെ യൂണിറ്റി, ഇസ്ലാമിന്റെ ഡെമോക്രസി പ്രായോഗിക തലത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഐഡിയൽസ് ഓഫ് ഇസ്ലാമിൽ ഇറ്റ് വാസ് ദ ഫസ്റ്റ് റിലീജിയൻ ദാറ്റ് പ്രീച്ച്ഡ് ആൻഡ് പ്രാക്ടീസ്ഡ് ഡെമോക്രസി. ഡെമോക്രസി പറയുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത പ്രഥമമായ മതം ഇസ്ലാമാവുന്നു. അത് പറഞ്ഞു കുറച്ചിങ്ങനെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ദ ഡെമോക്രസി ഓഫ് ഇസ്ലാം ഈസ് എംബോഡീഡ് 5 times a day. ഇസ്ലാമിലെ ഡെമോക്രസി വ്യക്തമായി നടപ്പിലാക്കുകയാണ്, അത് പ്രയോഗവൽക്കരിക്കുകയാണ് ഓരോ 5 നേരവും എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരാം. വലിയവനും ചെറിയവനും പാവപ്പെട്ടവനും പണക്കാരനും ധനികനും ദരിദ്രനും പണ്ഡിതനും പാമരനും വെളുത്തവനും കറുത്തവനും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സമത്വത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നിസ്കാരം. അവിടെ യാതൊരു വൈജാത്യത്തിനും ഒരു വക സ്ഥാനവുമില്ല. ഇങ്ങനെ സാമൂഹികമായി പറഞ്ഞാൽ ഒരുപാട് പറയാൻ നിസ്കാരത്തെ കുറിച്ചുണ്ട്. ആത്മീയ തലത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറം വേറൊന്നും പറയാനില്ല. മാനസികമായും ശാരീരികമായും മനുഷ്യൻ ലഭിക്കുന്ന ഗുണങ്ങൾ അതൊരുപാട് വേറെയാണ്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള നിസ്കാരം, പക്ഷെ അത് നിസ്കാരമായിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ഗുണമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും ആദാബുകളും അത് കൃത്യമായി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കുമ്പോൾ മാത്രമേ നിസ്കാരം ഒരു ആസ്വാദനമാവുകയുള്ളൂ. അങ്ങനെ ആസ്വാദനമാകുമ്പോൾ മാത്രമേ ഈ ഗുണം ലഭിക്കുകയുള്ളൂ, ഭാരമാകുമ്പോൾ ലഭിക്കില്ല. അതുകൊണ്ട് എല്ലാ നിലക്കും നിസ്കാരം നല്ല രൂപത്തിൽ നിർവഹിക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.